ഹലോ, വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിലൊരു ഇൻവേർട്ടർ വളരെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു വീഡിയോ ആണിത്. ഇതൊരു ATX പവർ സപ്ലൈ, പഴയ കമ്പ്യൂട്ടറിൻ്റെ പവർ സപ്ലൈ പോയത് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ അത് കട്ട് ചെയ്തിട്ട് EI കോറുള്ള ട്രാൻസ്ഫോമറാണിത്. ഈ 2 കപ്പാസിറ്റർ വേണം. അതുപോലെ തന്നെ ആ ഇൻഡക്ടർ 40 ടേൺസ് വരുന്ന ഇൻഡക്ടറാണ് ഇതിൽ വരുന്നത്. നമുക്കിതിൻ്റെ ഈ ആവശ്യമുള്ള പാർട്സുകളൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. 2 കപ്പാസിറ്റർ, പൾസ് ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഈ PCBയിൽ തന്നെ വരുന്നതാണ്. ഒരു 47 ഓംസിൻ്റെ 2 റെസിസ്റ്റർ, പിന്നെ ട്രാൻസ്ഫോമർ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. 2 ഡയോഡ് അവിടുന്ന് എടുത്തതാണ്. പിന്നെ 13007 ട്രാൻസിസ്റ്ററാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ പ്ലേസ് ചെയ്തിരുന്നതാണ്. 13007 105K 250 വോൾട്ടോ 450 വോൾട്ടോ ഈ പ്ലേസിലുണ്ടായിരുന്നതാണ്. ഇൻഡക്ടറിൻ്റെ ടേൺസ് കൂടുതലാണ് വരുന്നതെങ്കിൽ അത് അഴിച്ചിട്ട് 40 ടേൺസ് ചുറ്റിയെടുത്താൽ മതി. ഫ്ലക്ച്വേഷൻ 10Kയുടെ 2 റെസിസ്റ്റർ, 470 ഓംസിൻ്റെ 2 റെസിസ്റ്റർ, ആകെ 4 റെസിസ്റ്ററേ ഉള്ളൂ. പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ പിന്നുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യണം, സോൾഡർ ചെയ്ത് അത് ഉറപ്പിക്കണം. ഈ പോയിന്റിലോട്ടാണ് നമ്മൾ ഗ്രൗണ്ട് കണക്ഷൻ, നെഗറ്റീവ് സപ്ലൈ കൊടുക്കുന്ന ബാറ്ററിയുടെ. 10Kയുടെ റെസിസ്റ്റർ ഉപയോഗിച്ച് 1-ാം നമ്പർ പിന്നും 3-ാം നമ്പർ പിന്നും, അതായത് ഗ്രൗണ്ട് കണക്ഷനും 1-ാം നമ്പർ പിന്നും തമ്മിൽ കണക്ഷൻ കൊടുക്കുന്നു, 2 ട്രാൻസിസ്റ്ററിൻ്റെ. അതിനുശേഷം നമ്മളിരുന്ന 470 ഓംസ് റെസിസ്റ്റർ ഉപയോഗിച്ച് 1-ാം നമ്പർ പിന്നും 2-ാം നമ്പർ പിന്നും ട്രാൻസിസ്റ്ററിൻ്റെ ഷോർട്ട് ചെയ്യുന്നു. 1-ാം നമ്പർ പിന്നിൽ നിന്ന് 2-ാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ 2-ാമത്തെ പിന്നിലേക്ക്, അതുപോലെ തന്നെ തിരിച്ചും. മോസ്ഫെറ്റ് ആണെങ്കിൽ ഡ്രെയിൻ കണക്ട് ചെയ്യുന്ന രീതി. 105K 450 വോൾട്ട് കപ്പാസിറ്റർ നമ്മൾ 2 സെൻട്രൽ പിന്നുകൾ തമ്മിൽ യോജിപ്പിക്കുക, സോൾഡർ ചെയ്യുക. 2 ട്രാൻസിസ്റ്ററിൻ്റെ സെൻട്രൽ പിന്ന്, 2 കപ്പാസിറ്റർ, അത് സീരീസിൽ നിന്ന് കണക്ഷൻ കൊടുക്കുക. 2 സൈഡിൽ നെഗറ്റീവും പോസിറ്റീവായിട്ട് കിട്ടും. പിന്നെ സെൻറ്ററിൽ വരുന്ന നെഗറ്റീവും പോസിറ്റീവും ഷോർട്ട് ചെയ്യുന്നു. പിന്നെ ആ ഡയോഡ് പോസിറ്റീവിലേക്ക് പോസിറ്റീവ് ഭാഗം കണക്ട് ചെയ്യുക, നെഗറ്റീവിലേക്ക് നെഗറ്റീവ് ഭാഗം കണക്ട് ചെയ്യുക 2 സൈഡും. പിന്നെ അത് രണ്ടും സെൻറ്റർ പൾസ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഒരു ഭാഗം കണക്ട് ചെയ്യുന്നു. ഒരു വയർ കൊണ്ട് മറ്റേ ഔട്ട്പുട്ട് എടുത്ത് ഷോർട്ട് ചെയ്ത കപ്പാസിറ്ററിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് കൊടുക്കുന്നു. ഔട്ട്പുട്ട് കണക്ഷൻ അത്രേ ഉള്ളൂ. ഈ 2 കപ്പാസിറ്ററിൻ്റെ 2 സൈഡിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും 2 സൈഡിൽ നിന്ന്. ഇതിൻ്റെ ഡ്രെയിൻ കണക്ട് ചെയ്യാം. ഡ്രെയിനല്ല, നമ്മൾ സപ്ലൈ. ഇതാണ് 12 വോൾട്ട് പോസിറ്റീവ് സപ്ലൈ കൊടുക്കുന്നത്. ഇൻഡക്ടർ വഴി നേരെ ഒരു വയറിട്ട് ബാറ്ററിയിലുള്ളത്, അത് രണ്ടാണ് ഡ്രെയിൻ കണക്ഷനാണ്. ട്രാൻസ്ഫോമർ നേരെ നമുക്ക് മുകളിലായി പിടിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ വരുന്ന 2. ഇത് ശരിക്കും പറഞ്ഞാൽ 5 വോൾട്ട് സപ്ലൈ ആണ്. പവർ സപ്ലൈയുടെ 5 വോൾട്ട് സപ്ലൈയിലേക്കാണ് ഡ്രെയിൻ കണക്ട് ചെയ്യുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ 2ൻ്റെയും സെൻറ്റർ പിന്നിലേക്ക് കണക്ഷൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന, ഇത് ചെറിയ 2-3 ബൾബൊക്കെ നമുക്ക് പോയ ബാറ്ററിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചെറിയ ഇൻവെർട്ടറാണ്. ഇനി നമുക്കിതിൻ്റെ ബൾബിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുത്തു നോക്കാം. ബൾബിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നേരെ പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി ഒന്നുമില്ല, കാരണം പൊളാരിറ്റി ഇല്ല ഇതിനകത്ത്, സർക്യൂട്ട് ഉള്ളതുകൊണ്ട് പൊളാരിറ്റിയുടെ ആവശ്യമില്ല. ബൾബിൻ്റെ കണക്ഷൻ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് വയർ, നമുക്കൊരു 12 വോൾട്ട് ബാറ്ററി എടുക്കുക, നെഗറ്റീവ് കണക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം പോസിറ്റീവ് കണക്ഷൻ നേരിട്ട് നമുക്ക് കൊടുത്ത് ഈ സർക്യൂട്ടിന് വർക്കിംഗ് ഒന്ന് നോക്കാം. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പ്രകാശത്തിൽ സാധാരണ AC കത്തുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ബൾബ് ഉപയോഗിക്കാൻ പറ്റും നമുക്കിത്. ട്രാൻസിസ്റ്ററിന് ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുപോലെ മൊബൈൽ ചാർജർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല, കാരണം
ഇതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ വേവ് ഫോമും വ്യത്യാസം ഉണ്ടാകും. അതുപോലെ